ഹ്യൂമാനിറ്റീസ് കഫേയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. +2 എക്കണോമിക്സിലെ ക്രിസ്മസ് പരീക്ഷയ്ക്ക് നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള വൺ വേർഡ്സ് നോക്കാം. ഞാൻ PYQs ഡയറക്റ്റ് വെച്ചാണ് പറയുന്നത്, അപ്പോൾ അത് കുറച്ചുകൂടി എഫിഷ്യൻ്റ് ആവുമല്ലോ, അതുകൊണ്ടാണ്. നമ്മൾ ആദ്യം ഇംഗ്ലീഷ് മീഡിയം ക്വസ്റ്റ്യൻസ് നോക്കുന്നു, പിന്നെ നമ്മൾ നേരെ എന്തിലോട്ട് പോകും, മലയാളത്തിലോട്ടും പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് അറ്റ് ഓൾ പോയിന്റ്സ് അലോങ് ദ ഹൊറിസോണ്ടൽ ഡിമാൻഡ് കർവ്. ഒരു ഹൊറിസോണ്ടൽ ഡിമാൻഡ് കർവിലെ ഏതൊരു പോയിന്റിലെയും പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്തായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. അതിന്റെ ഉത്തരം വരുന്നത് ഇൻഫിനിറ്റി ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ഹൊറിസോണ്ടൽ ആയിട്ട് പോകുന്ന ഒരു ഡിമാൻഡ് കർവിൽ ഏതൊരു പോയിന്റ് എടുത്താലും അവിടുത്തെ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത് എന്താണ്? ഇൻഫിനിറ്റി ആണ്. ഓക്കെ, പിന്നെ വിച്ച് വൺ ഓഫ് ദ ഫോളോവിങ് ഈസ് ട്രൂ അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് മാർക്കറ്റിൽ? ഇതിൽ ഏതാ ശരിയായിട്ടുള്ളത്? P = AR = MR എന്നുള്ള C എന്ന് പറയുന്ന ഓപ്ഷനാണ് ശരിയായിട്ട് വരുന്നത്. അത് മൂന്നും തുല്യമാണ്, അത്രയേ ഉള്ളൂ. മൂന്നാമത്തെ ചോദ്യം നോക്കൂ. വെൻ ഇൻകം ഓഫ് എ കൺസ്യൂമർ ഇത് ഇങ്ങനെയാണ്. ഒരു കൺസ്യൂമർ, ഒരു വ്യക്തിയുടെ ഇൻകം, വരുമാനം കൂടിയിട്ടുണ്ട്. വരുമാനം കൂടി അന്നേരം എന്താണ്? ഗുഡ് എക്സ് എന്ന് പറയുന്ന ഒരു സാധനത്തിൻ്റെ ഡിമാൻഡ് കുറഞ്ഞു എന്ന് പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ആ സാധനം എന്താണെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അത് ഇൻഫീരിയർ ഗുഡാണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇൻഫീരിയർ ഗുഡിൻ്റെ പ്രത്യേകതയാണ് ഇൻകം, നമ്മുടെ വരുമാനം കൂടുന്നതിനനുസരിച്ച് ഡിമാൻഡ് എന്ത് ചെയ്യും? കുറഞ്ഞുകൊണ്ട് വരുമെന്നുള്ളത്. ഇൻഫീരിയർ ഗുഡാണ് ആൻസർ വരുന്നത്. നാലാമത്തെ ചോദ്യം, എ പ്രൊപ്പോർഷണൽ ഇൻക്രീസ് ഇൻ ഓൾ ഇൻപുട്സ് റിസൾട്ട് ഇൻ ആൻ ഇൻക്രീസ് ഇൻ ഔട്ട്പുട്ട് ബൈ സെയിം പ്രൊപ്പോർഷൻ ദ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഷോസ്. എന്താണ് കാണിക്കുന്നത്? കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ ആണ് ഇതിനകത്ത് കാണിക്കുന്ന എന്തെന്ന് പറയുന്നത്. അത് ആ കറക്റ്റ് ഡെഫിനേഷനാണ് കേട്ടോ വന്നിട്ടുള്ളത്. കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് പറയുമ്പോൾ ഇൻപുട്ടിൻ്റെ ഇൻപുട്ടുകളെല്ലാം കൂടുന്നു, എന്താണ്, ഔട്ട്പുട്ടും കൂടുന്നു. ഇൻപുട്ടും ഔട്ട്പുട്ടും ഒരേ പ്രൊപ്പോർഷനിൽ കൂടുന്നു എന്നുണ്ട് എങ്കിലാണ് കോൺസ്റ്റന്റ് റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് പറയുന്നത്. അത് പഠിച്ചാലേ നമുക്ക് അതൊക്കെ എഴുതാൻ പറ്റുള്ളൂ കേട്ടോ. വിച്ച് വൺ ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് എ ഫ്യൂച്ചർ ഓഫ് പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് മാർക്കറ്റ്? നമ്മുടെ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ്റെ ഫ്യൂച്ചർ അല്ലാത്തത് ഏതാണെന്നാണ് ചോദിക്കുന്നത്. നാലാമത്തെ ഓപ്ഷനാണ് ഇംപെർഫെക്റ്റ് ഇൻഫർമേഷൻ അബൌട്ട് ദ മാർക്കറ്റ്. ബാക്കി പ്രൈസ് ടേക്കറും ഹോമോജീനിയസ് ഗുഡ്സും ഫ്രീ എൻട്രി ആൻഡ് എക്സിറ്റ് ഒക്കെ നമ്മുടെ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റിൻ്റെ പ്രത്യേകതകൾ തന്നെയാണ് കേട്ടോ. ഇനി നമ്മുടെ ജോൺ മെയ്നാർഡ് കെയ്ൻസ് എഴുതിയ ഒരു ബുക്ക് ഏതാണെന്ന് ചോദിക്കുന്നത്. ഓപ്ഷൻ B ആണ്. ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ്, ഇൻട്രസ്റ്റ് ആൻഡ് മണി ആണ് JM കെയ്ൻസ് എഴുതിയിട്ടുള്ള പുസ്തകത്തിന്റെ പേര്. ഇനി ഏഴാമത്തെ ചോദ്യം നോക്കൂ. സെല്ലിംഗ് ഓഫ് ബോണ്ട്സ് ഇഷ്യൂഡ് ബൈ ഗവൺമെന്റ് ഇൻ ദ ഓപ്പൺ മാർക്കറ്റ് റിസൾട്ടിങ്. ഓപ്പൺ മാർക്കറ്റിൽ ഗവൺമെൻറ് ഇഷ്യൂ ചെയ്യുന്ന ബോണ്ടുകൾ വിൽക്കുന്നത് എന്തിലോട്ട് നയിക്കാറുണ്ട്? അത് എന്തിലോട്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോൺട്രാക്ഷൻ ഓഫ് മണി സപ്ലൈ. C ആണ് ഓപ്ഷൻ വരുന്നത്. മണി സപ്ലൈ കുറയുന്നതിലോട്ടാണ് അവിടെ, മീൻസ് കോൺട്രാക്റ്റ് ചുരുങ്ങി പോകുന്നതിലോട്ടാണ് അവിടെ എന്താ പറയുക, വഴി നയിക്കുന്നത്. നമ്മൾ ബോണ്ട് വിറ്റ് കഴിഞ്ഞാൽ കോൺട്രാക്ഷൻ സംഭവിക്കും മണി സപ്ലൈക്ക്, അല്ലേ? ഇനി നോക്കൂ, എട്ടാമത്തെ ചോദ്യം, എക്സ് ആൻഡ് കൺസപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് എക്സ് ആൻഡ് കൺസപ്ഷൻ എന്നാണ് ചോദിക്കുന്നത്. പ്ലാൻഡ് കൺസപ്ഷൻ എക്സ്പെൻഡിച്ചർ, നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന കൺസപ്ഷൻ എക്സ്പെൻഡിച്ചർ ആണ് എന്ത്? എക്സ് ആൻഡ് കൺസപ്ഷൻ എന്ന് പറയുന്നത്. മനസ്സിലാക്കാതെ ഇമ്പോർട്ടൻ്റ് ആണ് എക്സ് ആൻഡ് കൺസപ്ഷൻ. ഇനി മണി സപ്ലൈ ഇൻ ഇന്ത്യ. മണി സപ്ലൈ ഇൻ ഇന്ത്യ ഈസ് റെഗുലേറ്റഡ് ബൈ ആരാണ്? നോക്കൂ, നമ്മുടെ ഇന്ത്യയിൽ മണി സപ്ലൈ റെഗുലേറ്റ് ചെയ്തിട്ടുള്ളത് ആരാണ്? യെസ്, RBI ആണ് മണി സപ്ലൈ, മീൻസ് പണത്തിൻ്റെ ആ ഒരു സപ്ലൈ ഉണ്ടല്ലോ, അത് നിയന്ത്രിക്കുന്നത് ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യെസ്, നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, RBI ആണ്. ഇനി പത്താമത്തെ ചോദ്യം, പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്നാ ചോദിക്കുന്നത്. എന്താണ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ? അതൊരു ഇമ്പോർട്ടൻറ്റ് വൺ വേർഡ് തന്നെയാണ്, 2 മാർക്സിനും ചോദിക്കാറുണ്ട്. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻപുട്സ് ആൻഡ് ഔട്ട്പുട്ട് ആണ് എന്ത്? പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതായത് എന്താണ്? ഓപ്ഷൻ B ആണ് വരുന്നത്. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻപുട്സ് ആൻഡ് ഔട്ട്പുട്ട്സ് ആണ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് നമ്മൾ പറയുന്നത്. അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, എല്ലാവരും അത് നോക്കിയിട്ട് പോകണം. ഇനി നോക്കൂ, ഇനി ഇതിൻ്റെ മലയാളം മീഡിയം ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. ഒരു തിരശ്ചീന ചോദന വക്രത്തിലെ എല്ലാ ബിന്ദുക്കളിലും വില ഇലാസ്തികത എന്തായിരിക്കും? ഓപ്ഷൻ B ആണ്, അനന്തതയിലായിരിക്കും. ഓക്കെ, ഒരു തിരശ്ചീന ചോദന വക്രത്തിൽ എല്ലാ ബിന്ദുക്കളിലും വില ഇലാസ്തികത അനന്തതയിലായിരിക്കും. താഴെ പറയുന്നവയിൽ പരിപൂർണ മത്സര കമ്പോളത്തിൽ ശരിയായത് ഏതാണ്? യെസ്, ഓപ്ഷൻ C ആണ്. P = AR = MR ആണ് അവിടെ ശരി ഉത്തരമായിട്ട് വരുന്നത്. ഉപഭോക്താവിൻ്റെ വരുമാനം വർദ്ധിച്ചപ്പോൾ X എന്ന വസ്തുവിൻ്റെ ചോദനം കുറഞ്ഞു. വരുമാനം വർദ്ധിക്കുന്നു എന്നാൽ ചോദനം കുറയുന്നു എങ്കിൽ അത് ഏത് വസ്തുവാണ്? ഓപ്ഷൻ D ആണ്, താഴ്ന്ന തരം വസ്തുവാണ് കേട്ടോ. താഴ്ന്ന എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ താഴ്ന്ന തരം വസ്തുവിനാണ് വരുമാനം കൂടുമ്പോൾ ഡിമാൻഡ് അല്ലെങ്കിൽ ചോദനം കുറഞ്ഞു പോകുന്നത്. ഇനി നാലാമത്തെ ചോദ്യം, എല്ലാ ഉൽപാദന ഘടകങ്ങളെയും ഒരേ അനുപാതത്തിൽ വർദ്ധിപ്പിച്ചാൽ ഉൽപ്പന്നവും അതേ അനുപാതത്തിൽ വർദ്ധിക്കും എങ്കിൽ ഉൽപാദന ധർമ്മം കാണിക്കുന്നത് എന്താണ് എന്നുള്ളതാണ്. അതായത് ഉൽപാദന ഘടകങ്ങളെല്ലാം എന്താണ്? ഒരേ അനുപാതത്തിൽ വർദ്ധിപ്പിച്ചാൽ ഉൽപ്പന്നവും അതേ അനുപാതത്തിൽ വർദ്ധിക്കും എന്ന് കാണിക്കുന്നത് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ A ആണ് ഉത്തരമായി വരുന്നത്. സ്ഥിര നിരക്കിലുള്ള ആദായം. അതൊക്കെ
പഠിച്ചിരുന്നാൽ അത് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും ഇങ്ങനെയുള്ള ഡെഫിനേഷനൊക്കെ വെച്ച് ചോദിക്കുമ്പോൾ. ഓക്കെ, അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. ഇതൊക്കെ സ്ഥിരനിരക്കിലുള്ള ആദായമാണ്. ഇനി 5ാമത്തെ ചോദ്യം, പരിപൂർണ്ണ മത്സര കമ്പോളത്തിന്റെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ്. കമ്പോള സാഹചര്യത്തെക്കുറിച്ച് അപൂർണ്ണ അറിവ്, അതാണ് തെറ്റായിട്ടുള്ള ഓപ്ഷൻ. ബാക്കി എ ബി സി കറക്റ്റ് ആണ്. വില സ്വീകർത്താവ്, സമാന സ്വഭാവമുള്ള വസ്തുക്കൾ, സ്വതന്ത്ര ആഗമന നിർഗമനം, ഇതൊക്കെ ശരിയാണ്. ഇനി ജോൺ മെയ്നാർഡ് കെയ്ൻസ് എഴുതിയ ഒരു പുസ്തകമാണ് ഓപ്ഷൻ ബി, ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ്, ഇൻട്രസ്റ്റ് ആൻഡ് മണി എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ഒരു വൺ വേർഡ് ആണ്. ജെ.എം. കെയ്ൻസിന്റെ പുസ്തകമാണ് ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ്, ഇൻട്രസ്റ്റ് ആൻഡ് മണി എന്ന് പറയുന്നത്. 7ാമത്തെ ചോദ്യം നോക്കൂ. തുറന്ന കമ്പോളത്തിൽ ഗവൺമെന്റ് ഇറക്കുന്ന ബോണ്ടുകളുടെ വിൽപ്പന കാരണമാകുന്നത് എന്തിലോട്ടാണ് കാരണമാകുന്നത്? ഓപ്ഷൻ സി ആണ്. പണപ്രധാന ചുരുക്കത്തിലോട്ടാണ് ഇത് വഴി നയിക്കുന്നത്. 8ാമത്തെ ചോദ്യം, എക്സാൻഡി ഉപഭോഗം അർത്ഥമാക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാൻഡി ഉപഭോഗം എന്ന് വെച്ചാൽ എന്താണ്? ആസൂത്രിത ഉപഭോഗ ചെലവ്. ഓപ്ഷൻ എ ആണ്. ആസൂത്രിത ഉപഭോഗ ചെലവാണ് എക്സ് ആൻഡി ഉപഭോഗം എന്ന് പറയുന്നത്. 9ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ പണപ്രധാനം നിയന്ത്രിക്കുന്നത് ആരാണ്? പണം ഇങ്ങനെ കൂടിക്കൂടി വരുന്ന ഒരു സന്ദർഭം, അത് പണത്തിനെ നിയന്ത്രിക്കുന്ന ആരാണ്? യെസ്, നമ്മുടെ ഭാരതീയ റിസർവ് ബാങ്ക് ആണ് കേട്ടോ. നമ്മുടെ RBI ആണ് പണപ്രധാനം ഇന്ത്യയിൽ നിയന്ത്രിക്കുന്നത്. 10ാമത്തെ ചോദ്യം, ഉൽപാദന ധർമ്മം അർത്ഥമാക്കുന്നത് എന്താണ്? വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. 10ാമത്തത് ബി ആണ് ഉത്തരം വരുന്നത്. നിവേശങ്ങളും ഉൽപ്പന്നവും തമ്മിലുള്ള ബന്ധം. എന്താണ് നിവേശനം? മീൻസ് നമ്മുടെ ഇൻപുട്ടും ഔട്ട്പുട്ടും എന്നാണ് പറയുന്നത്. നിവേശങ്ങളും ഉൽപ്പന്നവും തമ്മിലുള്ള ബന്ധമാണ് ഉൽപാദന ധർമ്മം അർത്ഥമാക്കുന്നത്. ഓക്കെ, അത് നമുക്ക് 2 മാർക്കിനും എന്ത് ചെയ്യാറുണ്ട്? ഈ ഒരു ഉൽപാദന ധർമ്മം എന്താണെന്നുള്ളത് ചോദിക്കാറുണ്ട്. അപ്പം മനസ്സിലായോ? ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഇതിൽ നിന്ന് നമുക്കുള്ളത്. ഇത് 2023 ചോദ്യ പേപ്പർ ആയിരുന്നു കേട്ടോ.